ഫുട്ബോൾ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ മെസ്സിയുടെ ഫേവറേറ്റ് ഫുഡായിട്ടുള്ള മിലാനൈസ് അല നെപ്പോളിറ്റാന വറുത്തെടുത്തിട്ടുള്ള ചിക്കൻ ഒരു ടൊമാറ്റോ സോസിന്റെ കൂട്ടത്തിൽ സെർവ് ചെയ്യുന്നതാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. റെഡി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ നിങ്ങൾ മെസ്സിയുടെ ഒരു ഫേവറേറ്റ് ഫുഡാണ് മിലാനൈസ് അല നെപ്പോളിറ്റാന എന്ന് പറഞ്ഞിട്ട് ക്രം ചെയ്തെടുത്ത് അതൊക്കെ പേരൊക്കെ അവൾ ചോദിച്ചത് എന്ത് പേരാണെന്ന്. ഞാൻ അതുകൊണ്ട് തന്നെ ഈ പേരിന് ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്, ചെറിയൊരു കഥയുണ്ട്. അപ്പോൾ ആ ഫുഡിൻ്റെ കഥ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഞാൻ പെട്ടെന്ന് തന്നെ ആ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഫുഡിലേക്ക് പോവാട്ടാ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടു. ഞാനത് ചെയ്യാൻ തന്നെയുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു വെസ്റ്റേൺ അല്ല വെച്ചെങ്കിൽ യൂറോപ്യൻ ഫുഡൊക്കെ ട്രൈ ചെയ്യണം. മെഡിറ്ററേനിയൻ ഫുഡൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ആദ്യം പഠിച്ച ഡിഷുകളിൽ ഒന്നാണ് ഇതിലെ ഒരു ഐറ്റം, രണ്ടാമത്തെ ഐറ്റം. ഇതിന് രണ്ടിനെയും കൂടി പ്രണയിപ്പിച്ചിട്ടാണ് ഈ ഡിഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് കഥ പറയാം. മിലാനൈസ് അല നെപ്പോളിറ്റാന, അങ്ങനെയാണ് അതിന്റെ പേര്. അപ്പോൾ ഈ അല എന്ന് പറഞ്ഞൊരു വീടിന്റെ ഒരു ഭംഗി അല്ലെങ്കിൽ എന്താണ് അത് മീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം. അല മിലാനൈസ് ഒരു ഫുഡ് ഉണ്ട്, അതായത് പൂലെ അല മിലാനൈസ്. പൂലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ, അല ഇൻ ദ സ്റ്റൈൽ ഓഫ് മിലാനൈസ്. മിലാൻ എന്ന് പറഞ്ഞ സിറ്റിയിലെ ഒരു ഭക്ഷണം. ഇപ്പം എക്സാമ്പിളിന് മലബാറി ബിരിയാണി അല്ലെങ്കിൽ മലബാറി മീൻകറി എന്ന് പറഞ്ഞാൽ മലബാറിൽ തന്നെ 2-3 ടൈപ്പ് ഓഫ് മീൻകറി ഉണ്ടായിരിക്കും. അപ്പോൾ ആ മലബാറിൽ ഉണ്ടാക്കുന്ന മീൻകറി എന്ന് പറയുന്ന പോലെ മിലാനിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ഏതാണ്? ഈ ഫ്രൈഡ് അല്ലെങ്കിൽ ക്രംഡ് ചിക്കൻ ബ്രസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പീസ് എടുത്തിട്ട് ബ്രെഡിൽ മുട്ടയിൽ മുക്കി ബ്രെഡിൽ ക്രം ചെയ്തെടുക്കുന്നതിനെയാണ് ക്രംഡ്. അപ്പോൾ അല മിലാനൈസ് ചിക്കനിലെ ഒരു ഐറ്റാണ് ഈ ക്രം ചെയ്തെടുത്തിട്ടുള്ള കട്ട്ലേറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കട്ട്ലേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് പണ്ടല്ല ഇപ്പോഴും ഉണ്ട്. ഈ കട്ട്ലേറ്റ് എന്നുള്ള വേർഡ് തന്നെ ഒരു മീറ്റിൻ്റെ കട്ടിനെയും പറയും. ഇങ്ങനെ ക്രം ചെയ്തെടുത്തിട്ടുള്ള ബീഫിൻ്റെ ഈ വീൽ എസ്കലോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെയാണ്, തിന്നായിട്ടുള്ള വീല് ക്രം ചെയ്ത് വറക്കുക. അപ്പോൾ ക്രം ചെയ്ത് വറക്കുന്നതാണ് ആക്ച്വലി അല മിലാനൈസ്. അപ്പോൾ ചിക്കൻ അല മിലാനൈസ് പുള്ളിയുടെ ഡിഷ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ചിക്കൻ ക്രം ചെയ്തിട്ടുള്ളുണ്ട്. പിന്നെ നമുക്ക് എന്താ കാണാൻ പറ്റുക, അതിൻ്റെ മുകളിൽ കുറച്ച് ഇറ്റാലിയൻസിൻ്റെ ടൊമാറ്റോ ഒരുപാട് വെറൈറ്റി. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് 86 പരം ടൊമാറ്റോ വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളതും പുളിയുള്ളതും ഒക്കെ ആയിട്ട് പലതരത്തിലും ബ്യൂട്ടിഫുൾ ടൊമാറ്റോസാണ് ഇറ്റലിയിലുള്ളത്. അപ്പോൾ ഈ നെപ്പോളിറ്റാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ ബേസ്ഡ് സോസിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് നെപ്പോളിറ്റാന സ്റ്റൈൽ അല നെപ്പോളിറ്റാന. ഇത് നോക്കിക്കഴിഞ്ഞാൽ മിലാനൈസ് അല നെപ്പോളിറ്റാന 2 തരത്തിലുള്ള സ്റ്റൈലിനെ ഒരുമിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഡിഷ് ആക്ച്വലി ഇറ്റലിയിലില്ല, അല്ലെങ്കിൽ അവരുടെ ട്രഡീഷണൽ ഫുഡല്ല. ഇറ്റലിയിൽ നിന്നും കുടിയേറി പാർത്തിട്ടുള്ള, അതായത് അർജന്റീനയിലേക്ക് ഇറ്റലിയിൽ നിന്നും പോയിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ ഈ 2 സിറ്റിയിലെ ആളുകൾ ചെന്നുപെട്ടിട്ടുള്ള സ്ഥലത്ത് ഇതിനെ രണ്ടിനെയും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണമാണ് ഏത് മിലാനൈസ് അല നെപ്പോളിറ്റാന. അപ്പോൾ 2 സ്ഥലത്തിലുള്ള പേര് മാത്രമാണ് നമ്മൾ പറയണമെങ്കിൽ ശരിക്കും ചിക്കൻ ചേർത്തിട്ട് പറയണം. എങ്ങനെ? ചിക്കൻ മിലാനൈസ് അല നെപ്പോളിറ്റാന. അതാണ് ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് നെയിം. 2 സിറ്റിയാണ്. ഇപ്പോൾ അല കിങ് എന്ന് പറയും, അല ഫ്ലോറന്റൈൻ. ഈ ഒരു സ്റ്റൈൽ ഓഫ് കുക്കിംഗ് അവിടെ നിന്ന് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് അല തൃശ്ശൂർ, അല കോഴിക്കോട്, അല തിരുവനന്തപുരം എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇനി പിന്നെ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട. ഞാനിത് ചിക്കൻ തൈസ് ആണ് ഉപയോഗിക്കുന്നത്. മെജോറിറ്റി വീഡിയോസും ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. യു ക്യാൻ യൂസ് എനി ബോഡി പാർട്ട്. ഐ ലവ് ചിക്കൻ തൈസ്. അപ്പോൾ നെപ്പോളിറ്റാന സ്റ്റൈലിനായിട്ട് നമുക്ക് ടൊമാറ്റോ കൺകസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഉണ്ടാക്കണം. ടൊമാറ്റോ നമുക്ക് സ്കിൻ കളയാനായിട്ട് അതിൻ്റെ മുകളിലൊരു ക്രിസ് ക്രോസ് ഇടുക, ബാക്കിലെ ഞെട്ടിയുടെ ഭാഗം മുറിച്ച് കളയുക, തിളച്ച വെള്ളത്തിലേക്ക് ടൊമാറ്റോ ഇടുക. ദിസ് ഈസ് കോൾഡ് ബ്ലാഞ്ചിങ്. എത്ര പഴുത്തിട്ടുണ്ടെന്നനുസരിച്ചിട്ട് ഇതിൻ്റെ സ്കിൻ ഇങ്ങനെ പീൽ ചെയ്ത് വരാറാവില്ലേ, അപ്പോൾ തന്നെ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക, വെള്ളം മാറ്റുക, പച്ചവെള്ളം ഒഴിക്കുക. ഇനി ഇതിൻ്റെ തൊലി ഇങ്ങനെ പീൽ ചെയ്ത് കളയുക. ഇനി ഈ ടൊമാറ്റോ നല്ല ഫൈനായിട്ട് ഡൈസ് ചെയ്തെടുക്കുക, കുനുകുനാന്ന്. അതല്ല വെച്ചെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ബ്ലെൻഡർ ഉണ്ട് വെച്ചെങ്കിൽ അതിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമുക്ക് ചങ്കി സാൽസയാണ് വേണ്ടത്. നമ്മുടെ തുളസിയിലില്ലേ ബാസിൽ ലീവ്സിന്റെ തണ്ട്, പിന്നെ കുറച്ച് ബാസിൽ ലീവ്സ്. ഈ സൈഡിൽ നിന്ന് റെക്കോർഡ് ചെയ്തു, അപ്പോൾ കൈ വരില്ല. എല്ലാം എവിടെയാണോ
ഇനി ഈ വെളുത്തുള്ളി കരിയാത്ത വിധത്തിൽ ഇതിനെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. വെളുത്തുള്ളി കരിഞ്ഞ് കഴിഞ്ഞാൽ സോസ് കറുത്തിരിക്കും. ജസ്റ്റ് ഇതൊന്ന് മൂത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോസ് ചേർക്കുക, അല്ലെങ്കിൽ വെള്ളം ഒന്ന് വറ്റിക്കുക. അവർ സോസ് ഈസ് റെഡി. ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കൺകസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ വിന്റർ ആയ കാരണം ടൊമാറ്റോസ് ഒക്കെ ഭയങ്കര ഷോക്കാണ്, മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് സ്റ്റോർ ബോർഡ് ടൊമാറ്റോ കൺകസും കൂടി എനിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാട്ടിലെ ടൊമാറ്റോയ്ക്കും കളറില്ല വെച്ചെങ്കിൽ ടൊമാറ്റോ സോസ് ഒരു ലേശം ആഡ് ചെയ്താൽ മതി. യു കെൻ നൈസ് റെഡ് കളർ. Now we process the chicken. ഞാൻ ചിക്കൻ തൈസ് ഒരു ചോപ്പിംഗ് ബോർഡിന്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ഗ്ലാഡ് റാപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് പൊതിയാണ്, നമുക്ക് അടിച്ചു പരത്തണ്ടേ. ഇനി ചപ്പാത്തി പലകയ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് ഇതിനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒരു അടി ഒരു തെക്കില് അപ്പോൾ ഇങ്ങനെ നീണ്ടു വരും. ഞാൻ പല വീഡിയോയും കണ്ടപ്പോൾ ഒരു മുഴുവൻ ചിക്കൻ ബ്രസ്റ്റിന്റെ മുകളിൽ ക്രം ചെയ്തിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ചെയ്യരുത്, ചിക്കൻ വെന്ത് കിട്ടില്ല, ക്രം അതിനേക്കാൾ മുന്നേ കരിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അടിച്ചു പരത്തുക. കണ്ട, വി ഗെറ്റ് നൈസ് 2 slices ഇതെന്ന് കിട്ടും. ബ്യൂട്ടിഫുള്ളിയോ. ഇനി നമുക്ക് ചിക്കൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് മൈദേനെ ഒന്ന് സീസൺ ചെയ്യണം. കുറച്ച് ഗാർലിക് പൗഡർ, ഉള്ളിപ്പൊടി, ഇറ്റാലിയൻ ഹെർബ്സ്, ചിക്കൻ സ്റ്റോക്ക്, കുറച്ച് ഉപ്പ്. ഇനി നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഫ്ലവർ സീസൺഡായി. ഇനി ഇതേ നമ്മൾ ചിക്കനെ ക്രം ചെയ്യാൻ പോവാണ്. നമ്മുടെ മൈദ റെഡിയായി, മുട്ട ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനെ ഒന്ന് സീസൺ ചെയ്യണം, ദെൻ വി ഡീപ് ഫ്രൈ. ഈസി. അതാണ് മിലാനൈസ് വരെയുള്ള വഴി. ഈ നെപ്പോളിറ്റാന ഇത് കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. നമുക്ക് ഇത്രയും വലിയ പീസായിട്ട് വറക്കണില്ല, നമ്മൾ അത് കാരണം ഇതിനെ ഒന്ന് ഹാഫ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മൈദയിൽ മുക്കുക. എപ്പോഴും ഈ സ്റ്റെപ്പ് മറക്കരുത് കേട്ടോ. യു ഷുഡ് ഡിപ്പ് ഇറ്റ് ഇൻ മൈദ ഓൾവേസ്. ഇല്ലാച്ച ആ കോട്ടിങ് അതിൻ്റെ മുകളിൽ ഒട്ടി നിൽക്കില്ല. മൈദ കഴിഞ്ഞാൽ എഗ്, അത് കഴിഞ്ഞാൽ ക്രം. ഇപ്പോൾ കണ്ട നല്ല രസമായിട്ട് അതിൻ്റെ മുകളിൽ ക്രം ഒട്ടി പിടിച്ചില്ലേ. കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ബ്യൂട്ടിഫുൾ ടെമ്പറേച്ചറാണ് ഇങ്ങോട്ട് പോകണോ. ഇനി ഞാൻ ഇന്ന് നമ്മുടെ ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്യാനാണ് കേട്ടോ പോണേ. ചില ആളുകൾ ഇതിനെ ബട്ടറിൽ കുക്ക് ചെയ്തെടുക്കും, ഒലിവ് ഓയിലിൽ പാൻ ഫ്രൈ ചെയ്തെടുക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഡീപ് ഫ്രൈ ചെയ്യാനാണ്. കാരണം ഒറ്റയടിക്ക് മിനിമം ഓയിലിൽ, അതായത് ഈ ചിക്കൻ അധികം ഓയിൽ വലിച്ചെടുക്കാതെ എല്ലാ ഭാഗത്തും ഒരേപോലെ കുക്കായിട്ട് വരും. ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് തിളച്ച എണ്ണയാവരുതിട്ട് ക്രം മൊത്തം കരിഞ്ഞു പോകും. ബെസ്റ്റ് ഐഡിയൽ ടെമ്പറേച്ചർ 150 ഡിഗ്രി സെന്റിഗ്രേഡ്. നമ്മുടെ വറുത്ത 2 പീസ് കിട്ടിയിട്ടുണ്ട്. സം മോർ സീസണിങ്. ഞാൻ എപ്പോഴും ക്രം ചെയ്തെടുത്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒന്നും കൂടി ഒന്ന് സീസൺ ചെയ്യും കേട്ടോ. ഇനി ഇതേ നമ്മുടെ നല്ല ടൊമാറ്റോ ബാസിൽ സോസ്. ഭയങ്കര റണ്ണി സോസ് വേണ്ട കേട്ടാ, അപ്പോൾ ഇതാകെ ഒലിച്ചിറങ്ങും. സം മൊസറല്ല ചീസ് ഓൺ ടോപ്പ്. ഇപ്പോൾ ഇത് നെപ്പോളിറ്റാനെ കണ്ട, നെപ്പോളിറ്റാന പിസ്സ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ടൊമാറ്റോ വെച്ചിട്ട് അതിന്റെ മുകളിൽ ചീസ് ഇട്ടിട്ടുള്ളത്. സോ മിലാനൈസ് സ്റ്റൈൽ ഓഫ് ചിക്കൻ ഫ്രൈഡ് ആൻഡ് നെപ്പോളിറ്റാന സ്റ്റൈൽ സോസ് ഓൺ ദ ടോപ്പ് വിത്ത് ചീസ്. ഇത് നോക്ക്, ഇത് 2 ആള് കാലുമേ തൂണ് പോലെ, ഒരാൾ സൈഡിൽ നിന്ന്. ഇത് റെഡി ആവുണ്ടോ എന്ന് നോക്കിയിട്ട് വറുത്ത് പൊരിച്ച സാധനങ്ങൾ എന്ത് കണ്ടാലും ഇതുകൊണ്ട് ഒന്ന് വീട്ടിയെടുത്ത് 2 തൂണ്. എനിക്ക് 1 2 3 4 6 കാല്. ഇതാ ഞാനതിൽ മുടി. നോ ദാറ്റ്സ് ഓക്കേ സ്മേ. ഇനി ഞാൻ 200 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഇതിനെ ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ, അല്ലെങ്കിൽ ഗ്രാറ്റിനേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചീസ് സൂപ്പറായിട്ട് മെൽറ്റ് ആവും, നൈസ് ബ്രൗൺ കളർ വരും. വാർപ്പിൻ്റെ ഇടയിൽ എൻ്റെ ശ്രദ്ധ കളഞ്ഞു കേട്ടോ പിള്ളേർ. ഇതിൻ്റെ മുകളിൽ ഹാം വയ്ക്കണമായിരുന്നു പിള്ളേർ. കാരണം ഇനി പിള്ളേരെ പറയാം അഗെയിൻ, നിങ്ങൾക്ക് ഹാം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് വെച്ചെങ്കിൽ യു ഡോണ്ട് നീഡ് ടു ആഡ് ഹാം കേട്ടോ. നമ്മുടെ മെസ്സിയുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. മെസ്സിനെ വിളിച്ചോ. മെസ്സി നീയെ മെസ്സിന്ന് പാരാ പറഞ്ഞ്. ഓ മെസ്സി എന്ന് വിളിച്ചപ്പോ മെസ്സി അത്ര ശോധം പ്രിങ്ങ അലഗോളുടെ. ഇപ്പോഴാണ് അതൊരു സ്റ്റൈലായത് കേട്ടോ. എനിക്ക് പേര് ഇതുവരെ എടി മിലാനൈസ് അല്ല നെപ്പോളിറ്റാന. സോ മിലാനൈസ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ടെക്സ്ചേഴ്സ്, നല്ല കളറ്. അല്ല മിലാനൈസ് നെപ്പോളിറ്റാന. അല്ല മിലാനൈസ് നെപ്പോളിറ്റാന അല്ല, മിലാനൈസ് അല നെപ്പോളിറ്റാന. പിസ്സ കട്ട് ചെയ്യണ പോലെ ഇല്ലേ ഇവളുടെ. ആൻഡ് ലുക്ക്, ഓഹോ ലുക്ക് അറ്റ് ദ ചിക്കൻ, സ്റ്റിൽ ജ്യൂസി. അതിൻ്റെ ഉള്ളിൽ ടൊമാറ്റോ ആൻഡ് ബ്യൂട്ടിഫുള്ളിയോ. ഞാനിതിനടുത്ത് കളിപ്പിച്ചിട്ട് നശിപ്പിക്കുന്നില്ല. അടിപൊളിയല്ലേ ഇവളുടെ, നല്ല രസമല്ലേ കാണാൻ. വണ്ടികൾ വരുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ചഷൂക്കയുടെ പാത്രമല്ലേ, ആ പാത്രം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ ഒരു ബട്ടർ പേപ്പർ ഞാൻ ഇങ്ങനെയുണ്ട് വെച്ചു. നൗ ഐ എം ഗോയിങ് ടു കീപ് അവർ. നല്ല സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുള്ളിയോ സ്മെല്ലിയോ.
what I'm gonna do, another piece on top like this. Look at that. വീഡിയോ ഓടിക്കൊള്ളത് വഴിക്ക് വീഴോ? Maybe. കുഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ട് വരണേ. തിരിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രണ്ട് കാണാൻ പറ്റും. ഓക്കെ, നൗ ഇവരുടെ മെയിൻ സാധനല്ലേ ബാസിൽ ലീവ്സ്. ഈ ചൂവിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് എന്തിനാണാവോ? ആൻഡ് there is a basil leaves on top. Beautiful. നല്ലതാണോ അവളുടെ? പ്ലേറ്റിംഗ് ലുക്സ് ഗുഡ്. ഒരു ഷോട്ട് മോളിൽ നിന്ന് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആക്ച്വലി ഇത് pretty much ഒരു സാലഡിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് മീലാണ് കേട്ടാ. എനിക്ക് ഇനി പഴയ പോലെ കുറച്ച് കാലത്തേക്ക് വീഡിയോ സമാധാനമായിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടാ. കുഞ്ഞി കുർപ്സ് ഉണ്ട് താഴെ. ഏയ് ഗോ ഗോ ഗോ. എൻ്റെ ജീവന് ബാക്കി ഉണ്ടെന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ വേഗം ഒരു കടി കടിച്ചിട്ട് അവരെന്നെ എല്ലാവരും ഞാൻ വിളിക്കാം. They all gonna love it. Oh my gosh. Parado. What do you mean? I'm gonna eat the whole lot without giving you? Is that what happened last 9-10 years? Pringa. Yeah. Then what? Wait, Dada no video എടുക്കട്ടെ. പിങ്ങ ലൈറ്റ് പോകും. ഇല്ലില്ല, കുഴപ്പമില്ല. നൈസ് ആൻഡ് ജ്യൂസി എന്നൊക്കെ പറഞ്ഞാണല്ലോ. ഞാനേ ഇത് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും എൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ തല്ലിപ്പൊളിക്കും. ഇവിടെ ഒച്ചു പോണ പോലെ ഓരോരുത്തർ പോണ്ട് ഇങ്ങനെ. വായോഞ്ഞി ഇതാ നീ അതിന് പിടിക്കാറിപ്പിങ്ങ. എടാ നീ അവിടെ ലൈറ്റിൻ്റെ അവിടേക്ക് പോണ് കണ്ടു കഴിഞ്ഞാൽ നീ അവിടെ രണ്ടുപേരെ അവിടേക്ക് വലിച്ചു വയ്ക്കാൻ നിനക്ക് ഇത്രയ്ക്ക് പാട്. ഈ മേഡത്തിനെ ഉണ്ടല്ലോ ഞാനേ അത് ഇത് പിടിച്ചു വലിക്കാണ്ട് കിട്ടൂട്ടാ. ആ കടിച്ചേ. ഏയ് ഗോണ്ടാ എങ്ങനെയുണ്ട് ഗോണ്ട? എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രിങ്ങ നീ ഒന്ന് കഴിച്ചു നോക്കിയറാ. അന്നുണ്ടാക്കിയത് പക്ഷേ ദേ അവിടെ സൈഡിൽ വെച്ച് എടുത്തോ. ദേ ഇരിക്കണോ അവിടെ? ആ ഓ ഇങ്ങോട്ട് നെഞ്ഞത്തടി നല്ല ഒളിയായിരുന്നു. ഞാൻ അത് മുഴുവൻ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. വേറെ നൈസാണോ? അങ്ങനെ എപ്പോഴും പറയണ പോലെ പറ. ആയിരിക്കുന്നതിന് വേണ്ടാവോ? ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനുണ്ടാ ആ ചട്ടിയിൽ കയറി ഇരിക്കാൻ ഒരാൾ പോകണ്ട ഇവിടുന്ന്. HMO. ഇഫ് ഐ കുക്ക് ഇറ്റ് അഗൈൻ വുഡ് യു ഈറ്റ്? യാ ദേ ആയിരിക്കുന്ന കുട്ടി കഴിക്കുന്നു തോന്നുന്നുണ്ട്. അവളുടെ നീ അഭിപ്രായം പറഞ്ഞല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ? നല്ല സോഫ്റ്റ്. കണ്ടാ? ഇനി മെസ്സി ന്യൂസിലാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മെസ്സി യു ഷുഡ് കം ആൻഡ് വിസിറ്റ് മീ ഫോർ യുവർ ഫേവറേറ്റ്. മെസ്സി ന്യൂസിലാൻഡിലേക്ക് നല്ല സ്ഥലല്ലേ? ഇപ്പൊ റിട്ടയർമെന്റ് അല്ലേ? ആ ഈ നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചപ്പോ ഒരാൾ പേപ്പറാ തിന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ടേക്ക് എന്ന് പറയുന്നത് അലാ മിലാനേസ്, അലാ കിങ്, അലാ ചിക്കൻ എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റൈൽ മലബാറി ഫുഡ് അങ്ങനെ പറയണ പോലത്തെ ഒരു സംഭവമാണ്. പേര് ഞാൻ മിലാനീസ് നെപ്പാളിറ്റാന. അതിന് മുന്നിൽ ചിക്കൻ ചേർത്ത ചിക്കനായി, വീല് ചേർത്ത വീലായി, എന്താണോ അവിടെ വെച്ചെങ്കിൽ ആ മീറ്റായി. അത്രേ ഉള്ളൂ. അപ്പൊ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. എന്ത് പറ്റി? താഴെ പോയി നോക്കിയിരിക്കുന്നത്. നല്ല രവുണ്ട്. നല്ല രവ്. ഞാൻ ഒരു ബാച്ച് ഉണ്ടാക്കിയാ എല്ലാവർക്കും വേണ്ടേ? മറ്റേതപ്പോ ഞാൻ ചീസ് ഓവനിലുള്ളൊന്നും വെക്കുന്നില്ല. ഞാൻ നേരെ ഡീപ് ഫ്രൈ ചെയ്ത് തരാം. എന്നിട്ട് ഇങ്ങനെ മുകളിൽ സാധനം എല്ലാം വേണ്ടേ? അപ്പൊ ഞങ്ങക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയരാ. ഗോഗോനെ പിടിക്കേണ്ടി വരും. അപ്പൊ ഗോഗോ ആണ്ടാ ഇവൾക്ക് ചിക്കൻ മാത്രം മതി. ഞാൻ ഇവിടെ വയ്ക്കാം. അവിടെ ഇല്ല കത്തി കടാരി എല്ലാം മാറ്റി വെച്ചോ. കത്തിയൊന്നും കൂടി ഇല്ല. തിന്നുണ്ടല്ലേ? മെസ്സിക്ക് മാത്രല്ല ഞങ്ങൾക്ക് ഇഷ്ടാ. എന്നാ പിന്നോ ഈ പേപ്പർ ആരോട് കൊണ്ടുവച്ചേ? കുറെ നേരമായി കുട്ടി അമ്മയിരുന്ന് കളിക്കുന്നു. വായിലുള്ളത് ഇറക്ക്.